ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ചിക്കൻ ഗ്രേവിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ചിക്കൻ ഗ്രേവി എന്ന് പറയുന്നത് തുളസി വെച്ചുകൊണ്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗ്രേവിക്ക്. ആ തുളസിയുടെ മണവും എല്ലാം ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. പക്ഷെ നമുക്ക് ഈ ഗ്രേവി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ എല്ലാ മസാലകളും ബാക്കിയുള്ളതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതുപോലെ ഒരു കടായി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറച്ചധികം ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും നല്ലോണം വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ചോപ്പ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇടുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. വെളുത്തുള്ളി ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ 3 മുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 മുളകേ ചേർക്കുന്നുള്ളൂ, പച്ചമുളക്. നിങ്ങൾക്ക് ആണെങ്കിൽ പച്ചമുളകാണെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കും. പിന്നെ ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഇതൊരു 200 ഗ്രാമോളം കാണും, 200-250 ഗ്രാമോളം കാണും കേട്ടോ. അതും നല്ലോണം വഴറ്റി കൊടുക്കാം. ആ ചെറിയ ഉള്ളി ഒന്ന് കളർ മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ചെറിയ ഉള്ളി വഴറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള തുളസി. പിന്നെ ഞാനിതിലേക്ക് 2 തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി മിക്സിയിൽ നിന്ന് അരച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതും ചേർത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം 2 ടീസ്പൂൺ ഫുള്ള നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള എരിവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയിൽ എല്ലാ മസാലകളും ചേർന്നിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അതും ഒരു 3 ടീസ്പൂണോളം കാണും കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. ആ മസാലയുടെ പച്ചമണം പോകുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ തുളസി ചേർക്കൂല കേട്ടോ. ചിക്കൻ നല്ലോണം വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തുളസി ചേർക്കുന്നത്. ഈ ഒരു തുളസി നമ്മൾ ഏത് ഭക്ഷണത്തിലായാലും ചേർക്കാൻ കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു തുളസിയാണ്. നല്ലൊരു മണവും ടേസ്റ്റും കൊടുക്കും. ഇനി നമുക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ മസാലയുടെ ആ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇതൊരു 1/2 കിലോ ചിക്കൻ കാണും, നല്ലോണം കഴുകി എടുത്ത് വെച്ച്. ഇനി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാമെന്ന്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കുന്നവരെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്. ഗ്രേവി അധികം വേണമെന്നുള്ള കൂട്ടർക്ക് കുറച്ചധികം ഒഴിക്കുക,
ഞാനിവിടെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതിനധികം ഗ്രേവി ഇല്ലാണ്ടാണ് ഞാൻ ചിക്കൻ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വെച്ച് ചിക്കൻ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഓയിലെല്ലാം മേലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ തരമായിട്ടുള്ള തുളസി. ഞാനത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മുറിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുളസീൻ്റെ മണം നല്ലോണം കിട്ടും കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ വെന്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം. ആ തുളസിയുടെ മണമെല്ലാം ആ ചിക്കനിലേക്ക് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി തുറന്ന് നോക്കി നമുക്ക് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി കേട്ടോ. ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത് കുരുമുളക് പൊടി. അത് 1 ടീസ്പൂൺ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.